സുഹൃത്തുക്കളെ, ഇതൊരു ബോധവൽക്കരണ ക്ലാസ്സായിട്ട് മാത്രമല്ല, ഞങ്ങൾക്ക് കിട്ടിയ ഒരു വിലയേറിയ അറിവ് നിങ്ങളുടെ മുമ്പിൽ കാഴ്ചവെക്കുകയാണ്. ഒന്ന്, പോളിയോ മരുന്ന് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നത്, ഇന്നത്തെ ആരോഗ്യവകുപ്പ് കൊടുക്കുന്നത് അവർക്കും അറിയില്ല, ആരോഗ്യ വകുപ്പിനും അറിയില്ല, കൊടുക്കുന്ന ഡോക്ടർക്കും അറിയില്ല എന്തിനാ കൊടുക്കണമെന്ന്. ഒരു അന്താരാഷ്ട്ര കുത്തക മുതലാളിമാരുടെ പിടിയാടുകളായിട്ട് നമ്മുടെ ആരോഗ്യവകുപ്പ് മാറിയിരിക്കുന്നു. അവരുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന പോളിയോ മരുന്ന് ഇതിപ്പോ എല്ലായിടത്തും നിരോധിച്ച, അമേരിക്കയിലും നിരോധിച്ചു, കാനഡയിൽ നിരോധിച്ചു, നൈജീരിയയിൽ നിരോധിച്ച്, എല്ലാ സ്ഥലത്തും നിരോധിച്ച് കെട്ടിക്കിടക്കുന്ന അഴുക്ക് പോളിയോ മരുന്ന് കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിലെ പിച്ചു കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊണ്ട് കൊടുക്കുന്നു. എന്നിട്ട് അതിന്റെ ഫലം നിങ്ങൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നു. അവർ പറയുന്നത് പോളിയോ മൊത്തം നിർമ്മാർജ്ജനം ചെയ്തുവെന്ന് അവകാശപ്പെടുമ്പോ ഇപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക, 1995 മുതൽ 2013 വരെ പോളിയോ കുറഞ്ഞോ കൂടിയോ? അവരെ കണക്ക് പ്രകാരം കുറഞ്ഞു. പക്ഷെ അതിനെക്കാട്ടിയും വലിയ പോളിയോ ഉണ്ടാക്കി വെക്കുകയാണ്, തളർന്നു വീഴുകയാണ്. അന്ന് ഒരു കാലം തളർന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഓട്ടിസവും തളർച്ചയും തളർവാദവും എല്ലാമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവർ പോളിയോ നിർമ്മാർജ്ജനം ചെയ്യുമെന്ന് പറയുന്നു. അതിന്റെ എല്ലാ കണക്കിലാണ് ഇവിടെ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ഓരോ വർഷവും പോളിയോ പിടിച്ച ആൾക്കാരുടെ ലിസ്റ്റ് ഞങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിന് കൂടുതൽ എന്നും പത്രങ്ങളിൽ വരുന്നത് നിങ്ങൾ ആരും പഠിക്കുന്നില്ല. മെയിൻ പത്രങ്ങളിൽ വരാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത്. മാധ്യമത്തിലും ചെറിയ ചെറിയ പത്രങ്ങളിൽ, കൂടുതൽ പ്രചാരമില്ലാത്ത പത്രങ്ങളിലെല്ലാം വരുന്നുണ്ട്. മറ്റതെല്ലാം അവരുടെ കാശ് മേടിച്ച പിടിയാളന്മാരായതുകൊണ്ട് നമുക്കാർക്കും അറിയാനും പറ്റുന്നില്ല. ദയവ് ചെയ്ത് നമ്മൾ ഈ പോളിയോ മരുന്ന് നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കുന്നതിന് മുമ്പിട്ട് ഒരു 10 വട്ടം ഒന്ന് ചിന്തിക്കുക, എന്താ എന്റെ കൊച്ചിന് കൊടുക്കുന്നത്. നാളെ ഇവിടെ പാകിസ്ഥാനിൽ കൊടുത്തിട്ട് അവർ പറഞ്ഞു അവിടെ കുട്ടികൾക്ക് ഷണ്ടത്വം ഉണ്ടാകാൻ വേണ്ടി കൊടുത്താണെന്ന് മിനിഞ്ഞാന്ന് വന്നിരിക്കുന്നു പുതിയ ന്യൂസ്. 1999 മുമ്പ് കൊടുത്തിരുന്ന മരുന്നുകള് ഇപ്പോ അത് പൂർവാധികം ഭംഗിയായിട്ട് തിരിച്ചു വന്നിരിക്കുന്നു ക്യാൻസറിന്റെ രൂപത്തില്. ഇതൊന്നും നമ്മൾ കാണുന്നില്ല. നമ്മൾ കാണാതെ നമ്മൾ ഓരോരുത്തരും വീടാന്നിരുന്നു കയറി ഇറങ്ങി അവര് പറയണു പോളിയോ മരുന്ന് കുത്തിവെച്ചില്ലെങ്കിൽ അതുണ്ടാവും, ഇതുണ്ടാവും, അല്ലെങ്കിൽ അടുത്ത ഒരുത്തിരി കുട്ടിക്ക് കുത്തിവെച്ചില്ലെങ്കിൽ അടുത്ത കുട്ടിക്ക് ഉണ്ടാവുമെന്ന് അവർ പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുക, അവരുടെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടോ എന്നൊന്ന് ചോദിക്കുക. അവരുടെ കുട്ടികൾക്ക് കൊടുക്കില്ല, അവർക്ക് സത്യം അറിയാം. അതിൽ കവലകൾ തോറും കയറി ഇറങ്ങി നടക്കുന്ന ഈ തുള്ളിമരുന്ന് കൊടുപ്പ് അത് അത്യാവശ്യമായിട്ട് നിർത്താൻ കാരണം ഫ്രീസറിൽ വെച്ചിട്ട് മാത്രമേ എടുക്കേണ്ടുന്ന ഈ സാധനം അവര് വെളിയിൽ വെച്ച്, നിങ്ങൾക്ക് ആ തുള്ളിമരുന്നിന്റെ ആ വൈറസിന്റെ രൂപം അറിയാത്തത് കൊണ്ടാണ് ലോ ടെമ്പറേച്ചറിലാണ് ഈ സാധനം വെച്ചിരിക്കുന്നത്. അത് ഫ്രീസറിൽ എടുത്ത് വെളിയിൽ വരുമ്പോൾ തന്നെ അതിന്റെ ടെമ്പറേച്ചർ കൂടുമ്പോൾ അവൻ ശക്തിയായിട്ട് ഒരു ശക്തി വരും ആ വൈറസിന്. അത് നമ്മുടെ ശരീരത്തിൽ തളർവാദം ഉണ്ടാവും. ഇതെല്ലാം എല്ലാവർക്കും അറിയാം. ഒരു കവലയിലും റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും എല്ലാം കൊണ്ടുവച്ചിരുന്ന പോളിയോ കൊടുക്കുമ്പോൾ അതിന്റെ പാർശ്വഫലങ്ങൾ ഡോക്ടർ രാഹുൽ സാർ സംസാരിക്കും. അപ്പോൾ ഇതൊക്കെ മനസ്സിലാവും. ആ പുള്ളിയോട് മടുത്തിട്ടാണ് ഞങ്ങളുടെ കൂടെ ഇറങ്ങി വന്നത്. കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റി. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവര്, നിങ്ങള് നമ്മുടെ ഇതുപോലെ നിങ്ങൾ ചോദിക്കുക വരുന്ന ഡോക്ടറോട്, നമ്മൾക്ക് അലോപ്പതി സ്വീകരിക്കണമെന്നോ ആയുർവേദം സ്വീകരിക്കണമെന്നോ ഹോമിയോ സ്വീകരിക്കണമെന്നോ അല്ല സിദ്ധം സ്വീകരിക്കണമെന്നോ നമുക്ക് സ്വന്തമായ തീരുമാനമെടുക്കാനുള്ള അവകാശം നമുക്കുണ്ട്. അത് മനുഷ്യാവകാശ ലംഘനം കൂടിയാണ്. നിങ്ങൾക്ക് ഹോമിയോ വേണോ, അലോപ്പതി വേണോ, ആയുർവേദം വേണോ, അത് ഏത് വേണമെന്ന് സ്വീകരിക്കാനുള്ളതായ അവകാശം പോലും നമ്മളെ തട്ടിയെടുത്തിട്ട് അവര് ആ ഇംഗ്ലീഷ് മരുന്ന് മാത്രം കൊണ്ടുവച്ചാൽ മതി, അത് മാത്രമേ ശരിയുള്ളൂ എന്ന് പറയുന്നെങ്കിൽ ഈ നാട്ടിലുള്ള സകല ആയുർവേദ ആശുപത്രികളും സകല ഹോമിയോ ആശുപത്രികളും സകല സിദ്ധാശ്രമ ആശുപത്രികളും കൂട്ടിക്കെട്ടണം. ഇത് മാത്രമേ നമ്മൾ ഓടുമെങ്കിൽ, അത് കൃത്യമായി പറയണം, അത് മാത്രമേ നമ്മൾ ഓടുമെങ്കിൽ ഇതിന്റെ ആവശ്യം നമുക്കില്ല. അപ്പൊ നമ്മുടെ പൈതൃകം, നമ്മുടെ സംസ്കാരം എല്ലാം വിറ്റഴിച്ച് ഈ പാശ്ചാത്യർക്ക് കൊണ്ട് കൊടുത്തിട്ട് അവർ ഇതുകൂടെ പറഞ്ഞിട്ട് ചൈനയും ഇന്ത്യയും അവരുടെ തോട്ടപ്പുള്ളിയാണ്. ഇവിടെ ജനസംഖ്യ കൂടുന്നു, ഓസോൺ ലെയറിൽ കോട്ട വീഴുന്നു, ഇവിടെ ഓക്സിജൻ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുന്നതുകൊണ്ട് നമ്മുടെ കുട്ടികളെ നശിപ്പിക്കണമെന്ന് ഒരു അജണ്ട ഇട്ടുകൊണ്ടാണ് ഇവർ ഈ കളി കളിക്കുന്നത്. പ്രിയമുള്ളവരെ, നല്ലതുപോലെ 100 വട്ടം ചിന്തിച്ചിട്ട് വേണം മാത്രം ഇതിന്റെ പുറയിൽ ഇറങ്ങി പുറപ്പെടാൻ. അട്ടപ്പാടിയിലെ കുട്ടികൾ വിശന്ന് മരിക്കുന്നു, ഭക്ഷണമില്ലാവർക്കാർക്കും അവര് പോളിയോ മരുന്ന് കൊടുക്കുകയാണ്, അവിടെ ഓരോ കുത്തിവെപ്പ് നടക്കുകയാണ്.
ആ കൊച്ചുങ്ങൾ തളർന്നു വീഴുന്നു. ആ ഒരു ആഹാരം പോലും ഇല്ലാത്ത കൊച്ചുങ്ങളെ പുറത്ത് എന്തിനാണ് അവർ ഈ കളിയും ചെയ്യുന്നത്? കാരണം നമ്മുടെ ബിൽഗേറ്റ്സിനും മൊൻസാന്റോയ്ക്കും അവന്റെ ഭാര്യയ്ക്കും കണക്ക് കൊടുക്കണം. ഇവിടെ എത്ര പേർക്ക് ഇനി ബാക്കിയുണ്ടെന്ന്. അതിനുവേണ്ടി നമ്മുടെ ഡോക്ടർമാര് വീടാന്തരം പോലെ കയറി ഇറക്കി അവരോട് പറയുന്നു, ഇത് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമാണ്, നിന്റെ കൊച്ചിന് പിന്നെ പോളിയോ വരുമെന്ന് പറയും. നമ്മളെ കൊണ്ട് ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ ഡൽഹി നാളിലെ കൊണ്ടുവരും, കൽക്കട്ട നാളിലെ കൊണ്ടുവരും, നിങ്ങളെ കൊണ്ട് സമ്മതിപ്പിക്കും, ബോധവൽക്കരണം നടത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ഡെയിലി വീടാന്തരം തോറും കയറി ഇറങ്ങുന്ന ഈ സമ്പ്രദായമെങ്കിലും നിർത്താൻ പറ. നിങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ചുകൊണ്ട് ഇതിനെതിരായിട്ട് കയറി വരുന്നവരോട് തിരിച്ചുത്തരം പറയാൻ നമുക്ക് അറിയില്ലായ്മ ഉണ്ടാണ്. നമ്മുടെ അറിവില്ലായ്മ എല്ലാവരും കൂടെ ചൂഷണം ചെയ്യുന്നു. ആർക്ക് വേണ്ടി? നമുക്ക് ജീവിക്കാനുള്ള അവകാശം പോലും നിഷേധിക്കുന്നു. പുതിയ തലമുറ ഉണ്ടാകുമ്പോൾ ആ കുട്ടികൾക്ക് കുട്ടികൾ ഉണ്ടാവാതിരിക്കാനുള്ള മരുന്നാണ് ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നല്ലോണം പഠിച്ചു വെച്ചോളൂ. ആർക്ക് വേണമെങ്കിലും ഇതെല്ലാം തെളിവോട് കൂടിയാ പറയണത്. നിങ്ങൾക്ക് ആർക്ക് വേണം ചെയ്യാം. അതിലെ ബിൽഗേറ്റ്സിന്റെ വൈഫും അവർ രണ്ടുപേരും കൂടിയാണ് ഇന്ത്യയിലെ പോളിയോ മരുന്നിന്റെ കുത്തക കൊട്ടേഷൻ ഏറ്റെടുത്തിരിക്കുന്നത്. അവരാണ് പൈസ മുടക്കുന്നത്, പരസ്യം നടത്തുന്നത്. അവര് ഓപ്പണായിട്ട് പറഞ്ഞിരിക്കുന്നു, നെറ്റില് 15% എണ്ണത്തിന്റെ ഇന്ത്യയിലെ 15% പോപ്പുലേഷൻ കുറയ്ക്കാൻ ഈ മരുന്ന് മതിയെന്ന്, ഈ പോളിയോ മതിയെന്ന് വേണോ നമുക്ക്? അവനവൻ തീരുമാനിക്കുക. ഈ മരുന്ന് വേണോ വേണ്ടായോ എന്ന് അവനവൻ തീരുമാനിക്കട്ടെ. നിങ്ങൾ വീട്ടിൽ വരുന്ന ഓരോരുത്തരോടും ഈ പഞ്ചായത്തിൽ വരുന്ന പഞ്ചായത്തുകാരോട് ചോദിക്കുക. അവർ പറയുന്നു, അല്ലേ ഞങ്ങളുടെ ജോലിക്ക് പ്രശ്നമാണ്. നിന്റെ ജോലിക്ക് പ്രശ്നത്തിന് എന്റെ കൊച്ചിന്റെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ട് വേണോ എന്ന് തിരിച്ചു ചോദിക്കാൻ നമ്മുടെ നാവ് ഭംഗിയാൽ ഈ നാട് നന്നാവും. ഒന്ന് തിരിച്ചറിവുണ്ടാവി. എന്തിനാ പഠിച്ചത്? നമ്മളെ എന്തിനു പഠിച്ചു? ആർക്ക് വേണ്ടി? എത്രയും പഠിത്തവും വിദ്യാഭ്യാസം ഉണ്ടായിട്ട് അവനവന്റെ മക്കളുടെ പുറത്തും അവനവന്റെ കുടുംബത്തിന് പുറത്തും നമ്മുടെ പുറത്തും കുത്തിവെക്കുന്ന ഓരോ കുത്തിവെപ്പും എന്താണെന്ന് അറിയാനുള്ള അവകാശം നിങ്ങൾ കൊണ്ടാട്ടെ. അതേപോലെ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരാളെ തെരഞ്ഞെടുത്തിട്ട് ഇതിനു വേണ്ടി വിട്. എന്താണ് എനിക്ക് തരുന്നത്? ഓരോ മരുന്നും നിങ്ങൾ കഴിക്കുമ്പോൾ ആ മരുന്നിന്റെ കണ്ടന്റ്, ആ മരുന്ന് എന്താണ് എന്ന് നിങ്ങൾ ആലോചിച്ച് ഒരാളെ കൊണ്ട് പഠിച്ചതിന് ശേഷം കൊടുക്കുക. ഇത്രയും ബോധവൽക്കരണമാണ് അവർക്ക് നടക്കാൻ ആഗ്രഹം എന്നുണ്ടെങ്കിൽ, ഇത്രയും നമ്മുടെ രോഗങ്ങൾ നമ്മുടെ കുട്ടികളെ നന്നാക്കാനാണെങ്കിൽ ആദ്യം അവരോട് പറ, ഈ നാട്ടിൽ കാണുന്ന കീടനാശിനികളും ഈ നാട്ടിൽ കാണുന്ന വിഷവും ഇതെല്ലാം നിർത്താൻ പറ. ഇവിടെ ആരോഗ്യവകുപ്പുണ്ട്, പിന്നെ കുട്ടി ഇൻസ്പെക്ടർമാരുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാവരും വരുന്നു, അവനവൻ വന്ന് കാശ് മേടിക്കുന്നു, പോന്നു. ആർക്ക് വേണ്ടി? ഒരൊറ്റ മനുഷ്യൻ നമ്മളെ നന്നാക്കാനില്ല. എല്ലാവരും കൂടെ കൂടിയിട്ട് നമ്മളെ ചതിക്കുന്നു. ആ ചതി കൂടി നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ ഈ ന്യൂസുകളെല്ലാം ഒന്ന് വായിച്ചിട്ട് നമ്മൾ പഠിച്ചതിന് ശേഷം എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, എന്താണ് ആരോഗ്യവകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, അവർക്ക് ഇത്ര ജാഗ്രത. ഈ ഓരോ വീട്ടിലും പോളിയോ മരുന്ന് കൊടുക്കണമെന്ന്, പോളിയോ മരുന്ന് മാത്രം കൊടുക്കണമെന്ന് അവർക്ക് എന്താ ഇത്ര നിർബന്ധം? നേരെ ഒന്നുമില്ല. വേറെ എന്തെല്ലാം പ്രശ്നങ്ങൾ എടുക്കുന്നു. ക്യാൻസർ നാട് വീട് വീഴാൻ തുറന്നു, പനി പോലെ ക്യാൻസർ പിടികൂടുന്നു, ആരും നോക്കുന്നില്ല. വീട് വീഴാൻ തുറന്നു ഏതെല്ലാം രോഗങ്ങൾ വരുന്നു. ഇന്ന് പണ്ട് നമ്മൾ കണ്ടിട്ടില്ലാത്ത എല്ലാ രോഗങ്ങളും വരുന്നു. ഇതിൽ ഒന്നിനെ പറ്റി ചിന്തിക്കാൻ സമയമില്ല. അവർക്ക് പോളിയോയും പ്രതിരോധ കുത്തിവെപ്പുകളും മാത്രം. പ്രതിരോധ കുത്തിവെപ്പ് വെക്കുമ്പോൾ നമ്മൾ തീരുമാനിക്കണം, നമുക്ക് ശക്തി ഉണ്ടോ ഇത് കുത്തിവെക്കാനുള്ള, ഇത് കുടിച്ചാൽ നമ്മുടെ ശരീരം തേക്കാനുള്ള ശക്തി ഉണ്ടോ എന്ന് പോലും തീരുമാനിക്കാതെ നമ്മൾ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വെപ്രാളം പെട്ട് ഓടുന്നു. അസുഖം വരുമ്പോ അവിടെ ചെല്ലുമ്പോ നമ്മുടെ വെപ്രാളത്തിന്റെയും നമ്മുടെ പേടിയുടെയും ഭയത്തിന്റെയും അവിടെ കാശുണ്ടാവുന്നു. ശകലമൊന്ന് സങ്കടപ്പെട്ട് പറഞ്ഞാൽ അടുത്ത ഐശ്വര്യക്ക് കയറുന്നു. ഈ തരത്തിലുള്ള ഒരു സംവിധാനത്തിനകത്ത് നിന്നുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് ഈ കിട്ടിയ ന്യൂസ് ഈ നാട് മൊത്തം, കേരളം മൊത്തം ഞങ്ങളൊന്ന് പ്രചരിപ്പിക്കാനാണ് പരിപാടി ഇട്ടിരിക്കുന്നത്. എല്ലായിടത്തും പോയിട്ട് എല്ലാ സ്ഥലങ്ങളിലും പോയി ഇങ്ങനെ കവലകൾ തോറും ഇങ്ങനെ പ്രചരണം നടത്തി നിങ്ങൾ കേട്ടവരിതിലും ദയവ് ചെയ്ത് നിങ്ങൾ വീട്ടിൽ പറയുക. ആരെങ്കിലും പോളിയോടെ മരുന്ന് കൊടുക്കാൻ വരുന്നെങ്കിൽ അവരോട് പറയാം, ഇതും കൂടെ ചെയ്തോളൂ, ഞങ്ങളുടെ നമ്പരോടെ കൊടുത്തോളൂ. ജോസഫ് സാറിന്റെ നമ്പറുണ്ട്. ആ ജോസഫ് സാറ് നമ്മുടെ നോട്ടീസിനകത്ത് നമ്പറുണ്ട്. ആ നോട്ടീസിൽ നോക്കിയിട്ട് നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളെ ശല്യപ്പെടുത്തിയോ, നിരന്തരം ശല്യപ്പെടുത്തുന്നെങ്കിൽ ദയവ് ചെയ്ത് ഞങ്ങളെ വിളിക്കുക. കാരണം വിവരാവകാശ നിയമപ്രകാരം ഇതിനകത്ത് ഒരു മനുഷ്യനും നിർബന്ധമായി പോളിയോ കൊടുക്കണമെന്ന അവകാശമില്ല. ഇഷ്ടമുണ്ടെങ്കിൽ കൊടുത്താൽ മതി. നമ്മൾ കവല പ്രചരണം നടത്തുന്നതിനും യാതൊരു പ്രശ്നവുമില്ല. അവനവന്റെ ഇഷ്ടമാണ് പോളിയോ. ഏത് മരുന്ന് സ്വീകരിക്കണമെന്ന് അവനവന് സ്വാതന്ത്ര്യമുണ്ട്. അത് ഇന്ത്യൻ ഭരണഘടനയിലുള്ളതാണ്. അത് വെച്ച് ആ അവകാശം വെച്ച് തന്നെ പറയാം അവരോട് ഇനി മേലാ വീട്ടിൽ വരരുതെന്ന്.
പോളിയോ മരുന്ന് ദയവ് ചെയ്ത് നമ്മുടെ കുട്ടികൾക്ക് കൊടുത്ത് ക്യാൻസർ ഉണ്ടാകാതിരിക്കാനും അവരുടെ കുട്ടികളുടെ പ്രത്യുൽപാദന ശേഷി നശിപ്പിക്കാനും വേണ്ടിയാണ് ഈ കൊടുക്കുന്നത്. അതിനുവേണ്ടി ബിൽ ഗേറ്റ്സ് നടത്തിയ പ്രൊജക്റ്റാണിത്. ആ പ്രൊജക്റ്റിൽ നിന്ന് ദയവ് ചെയ്ത് സുഹൃത്തുക്കളെ നിങ്ങളെല്ലാം രക്ഷപ്പെടുക. അതാണ് ഞങ്ങളുടെ സന്ദേശം. ബാക്കി പോളിയോ മരുന്നിന്റെ ദൂഷ്യവശങ്ങളെ പറ്റി പറയാൻ നമുക്ക് രാഹുൽ സാറ് നിങ്ങൾ എന്റെ ഒരു വാക്ക് സംസാരിക്കും. ഇതിൽ പറഞ്ഞ ഓരോ വീട്ടിൽ കയറി ആൾക്കാരെ ശല്യപ്പെടുത്തി അത് കൊടുക്കണമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഒരിക്കലും ഒരു മരുന്നും കൊടുക്കാൻ പാടില്ല. പോളിയോ എന്ന് തന്നെയല്ലേ ഒരു മരുന്ന് ഒരു ഡോക്ടർ കൊടുക്കാൻ പാടില്ല. അത് ഗവൺമെന്റിൽ നിന്ന് കിട്ടണ ഈ പോളിയോ ഞാൻ ഒരുപാട് ഇമ്മ്യൂണൈസേഷൻ ക്യാമ്പുകളിൽ പോയിട്ടുണ്ട്. അത് പോളിയോ വാക്സിൻ കോൾഡ് ചെയിൻ എന്ന് പറഞ്ഞാൽ ഫ്രീസറിന്റെ അകത്ത് ഇത്രയും ഡിഗ്രി ടെമ്പറേച്ചറിൽ വെച്ചില്ലെങ്കിൽ അത് ചീത്തയായി പോകും. അതിൻ്റെ അകത്ത് ആ പോളിയോ വാക്സിൻ്റെ അകത്ത് കിടക്കുന്ന ആ വൈറസ് അതിനെ ഇന്നാക്ടിവേറ്റ് ചെയ്തിട്ടാണ് അത് അതിന് ഒരു ശക്തി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മര്യാദക്ക് സൂക്ഷിക്കാൻ അതിന് ശക്തി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മുടെ വയറ്റിൽ ചെന്ന് അത് ഒരു ഭയങ്കര ഭീകരമായൊരു വൈറസായി മാറും. പഴയതിനെക്കാട്ടും ശക്തി അതിന് കൂടുതൽ കിട്ടിയത് അപ്പം തന്നെ തളർച്ച ഉണ്ടാക്കി. അതിന് ആ വാക്സിൻ അക്യൂട്ട് പാരാലിസിസ് എന്ന്. അപ്പം ഇവിടുത്തെ ഗവൺമെന്റിൽ ഈ വാക്സിൻ വീട്ടിൽ കൊണ്ടുവന്ന് തരുമ്പോഴൊന്നും അത് മര്യാദ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. ഒറിജിനൽ നല്ല ഫോമിലല്ല അത് കൊടുക്കും. അത് ചീത്തയായി ഇവിടെ കറണ്ട് പോലും ഇല്ലാതെ അവരെ സൂക്ഷിച്ചു. ഫ്രീസറിൽ പോലും മര്യാദ സ്റ്റെറൈലല്ലാതെ സൂക്ഷിച്ചിട്ടുണ്ട്. ശുദ്ധിയല്ലാതെ സൂക്ഷിച്ചു വെക്കുന്ന അമേരിക്കയിൽ ഓറൽ പോളിയോ വാക്സിൻ വായിൽ കൂടെ കൊടുക്കുന്ന പോളിയോ വാക്സിൻ നിർത്തി. ഇപ്പോൾ അതിന് IPV എന്ന് പറഞ്ഞ വാക്സിനാണ്, ഇഞ്ചക്റ്റബിൾ ഫോം. പക്ഷെ ഇന്ത്യയിൽ ഇതുവരെ അത് വന്നിട്ടില്ല. അവർ ഓറൽ പോളിയോ വാക്സിൻ അതിൻ്റെയൊക്കെ പുറകെ വൻ ബിസിനസ് കച്ചവടങ്ങളുണ്ട്. ശ്രീ മോഹനവൈദ്യർ പറഞ്ഞ പോലെ ഈ ഒരു പോളിയോ മരുന്ന് വെച്ച് നിൽക്കണില്ല, തീരണില്ല ഇവിടുത്തെ പ്രശ്നം. അലോപ്പതിയിൽ ഒരുപാട് മരുന്നുകൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഡോക്ടർ ഒരു പരീക്ഷണ മരുന്ന് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കാശ് ഡോക്ടറിന്റെ വീട്ടിലും ബാക്കിയുള്ള ചെലവുകൾക്കും കൊണ്ടുവന്ന് തരും ഈ ഫാർമസിക്ക്. അങ്ങനെ ഒരുപാട് മരുന്ന്, ഷുഗറിന്റെ ഒരു മരുന്ന് പയോഗ്ലിറ്റസ് എന്ന് പറഞ്ഞൊരു മരുന്ന് അവർ ബാൻ ചെയ്തു. അത് ശരിക്കും പറഞ്ഞ ഒരു നല്ല മരുന്നാണ്. അതിൽ ചെറിയ സൈഡ് എഫക്ട്സ് ഒക്കെ അവർ പറയണം. പക്ഷെ ആ സൈഡ് എഫക്ട്സ് എങ്ങാട്ടും സൈഡ് എഫക്ട്സ് കൂടിയ മരുന്നുകൾ പ്രചരിപ്പിക്കാൻ വേണ്ടി അവർ അത് ബാൻ ചെയ്ത് കളഞ്ഞു. ഇപ്പൊ ഷുഗറിന്റെ പേഷ്യൻസ് എല്ലാം കഷ്ടപ്പെടണം. അവർക്ക് വില കൂടിയ ഇൻസുലിനും വീഡാഗ്ലിപ്റ്റിൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും വില കൂടിയ വേറെ ഒരു പരീക്ഷണ മരുന്ന്, പല്ലിന്റെ തുപ്പലിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു മരുന്നാണ്. അത് പരീക്ഷിക്കാനും ആ കമ്പനിക്കാർക്ക് ലാഭം ഉണ്ടാക്കണം. വേറെ റിസർച്ചിന് വേണ്ടി പാവജനത്തിന് കാര്യമാക്കണമാണ് ആൾക്കാർ, ഈ ഡോക്ടേഴ്സ്, ഈ ആരോഗ്യ വകുപ്പും എല്ലാവരും കൂടെ ചേർന്ന്. സാറിന് കാര്യങ്ങളെല്ലാം നല്ലതുപോലെ അറിയാം. പക്ഷെ അത് വാചകത്തെ കൂടെ പുറത്തു വരാൻ സാറിന് പറ്റുന്നവർക്ക് മനസ്സിലാക്കണമെന്ന് വിശ്വസിക്കുന്നു അല്ലേ സാറാ പറഞ്ഞത്. പിന്നെ സാറിന് എന്തൊക്കെ നിങ്ങളോട് പറയാനുണ്ട്, അത് വാചക രൂപത്തിൽ പുറത്തു വരുന്നില്ല. പിന്നെ ഇത്രയും ഞാൻ നിങ്ങളോട് പറയാം, 200 പരം മെഡിസിനുകൾ ഇപ്പൊ നിരോധിച്ചത്, അന്താരാഷ്ട്ര മാർക്കറ്റിൽ നിരോധിച്ച സാധനമാണ് നമുക്ക് നമ്മുടെ മക്കൾക്ക് ഇപ്പോൾ ആശുപത്രി വഴി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓരോ മരുന്ന് കുത്തിവെക്കുമ്പോഴും ഓരോ ടിൻ ഫുഡുകൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോഴും അതിനകത്തൂടെ എല്ലാം ഈ ഓരോരോ വൈറസുകൾ കൂടെ നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്നു. അവന്റെ പ്രൊജക്ട് അതാണ്. ഇന്ത്യയിലെയും ചൈനയിലെയും 98% ആൾക്കാരെയും തട്ടണമെന്ന് കൊല്ലണമെന്ന് പുതിയ പ്രൊജക്റ്റാണ് അവന്റെ കയ്യിലിരിക്കണേ. അതിന്റെ പുറകെ നമ്മൾ ബലിയാടാവുന്നു. ഓരോരുത്തരുടെ വീട്ടിലോട്ട് കയറി വരുമ്പോ ഞങ്ങൾക്ക് കാശ് മേടിച്ചുകൊണ്ട് നമ്മളെ കൊല്ലുന്നതിന് കൂട്ടുനിൽക്കുന്ന ഈ കാപാലികന്മാരെ എല്ലാം നിങ്ങൾ കൂട്ടിച്ചു വെക്കുക. അതാണ് വേണ്ടുന്നത്. അല്ലെങ്കിൽ ഈ നാട് കുട്ടിക്കോളായി പോകും. എല്ലാത്തിലും കൊന്നു തിന്നുന്ന, എല്ലാത്തിലും ഇന്ത്യയായി കൊല്ലുന്ന ഒരു സമൂഹത്തിന്റെ ഇടയ്ക്ക് നിന്നുകൊണ്ട് നമുക്ക് ജീവിക്കണം. അതിന് രാഷ്ട്രീയവും ജാതിയും മതവും എല്ലാം മറന്നുകൊണ്ട് ഒന്നിക്കും. ഇതായിരിക്കും ഈ നാടിന് ഏറ്റവും വലിയ, ഈ പുതിയ തലമുറയ്ക്ക് വേണ്ടുന്ന ഏറ്റവും വലിയ മെസ്സേജ്. അത് നിങ്ങൾ കൊടുക്കുക. അതായിരിക്കും ആവശ്യം. ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ. ഇതിനകത്ത് വേറൊരു വസ്തുതയുണ്ട്. കുട്ടികളുണ്ടാവില്ല, ഫാമിലി പ്ലാനിങ് നടത്തും. കുട്ടികളുണ്ടാകാതെ വരുമ്പോൾ നമ്മൾ ഡോക്ടർമാരെ സമീപിക്കും. ഡോക്ടറുണ്ടല്ലോ, ഡോക്ടറെ നിങ്ങൾ നിഷേധിക്കട്ടെ.
അപ്പൊ ഇങ്ങനെ വരുമ്പോ ആർക്കാണ് നേട്ടം? ഡോക്ടർമാർക്ക് നേട്ടം, കാശുണ്ടാക്കാൻ പറ്റുന്നു. കുട്ടികളുണ്ടാകാത്തവർക്ക് ഇങ്ങനെ ചില പണികൾ ചെയ്യുന്നു. അപ്പൊ ഇതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കണം. അതിനു വേണ്ടിയാണ്. അപ്പൊ ഇങ്ങനെ നമ്മളെ പിഴിഞ്ഞ് ഊറ്റിയെടുക്കുക, നീരാളി മാതിരി പിടിച്ചു കിടക്കുക. ഇതിന് സടവരം എഴുന്നേൽക്കണ്ടേ? ആരോഗ്യത്തോടെ ജീവിക്കണ്ടേ? അതിനു വേണ്ടിയാണ് പറയുന്നത്, നിങ്ങൾ ബോധവാന്മാരാകുക, എന്നിട്ട് നല്ലതുപോലെ ജീവിക്കുക, ആരോഗ്യത്തോടു കൂടി ജീവിക്കുക. അതിന് നാം തയ്യാറാകുക. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക.